ഗൈസ് അപ്പോൾ നമ്മളിന്ന് നെട്ടർ മീൻ പൊരിക്കാൻ പോകട്ടെ, പൊള്ളിക്കാൻ പോവാണ്. റെഡ് ബെല്ലീസ് അതുപോലെ ആഗോലി മച്ച എന്ന പേരുള്ള വളർത്തുമീനായ നെട്ടർ ഈ മീൻ പൊരിക്കാൻ പോകണമെന്ന്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അത് വരി എൻ്റെ കൂടെ. നല്ല ചെളുക്കല്ല മീനാട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കും. നമുക്കത് വലിയൊരു പരിചയം ഇല്ലാത്തതുകൊണ്ടേ. അപ്പോൾ നമ്മളെ മീൻ നന്നാക്കണ ആൾ മാറിയിരിക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ എൻ്റെ കയ്യിനൊരു മുള്ള് കുത്തി. അപ്പോൾ നമ്മളെ മീൻ നന്നാക്കണ പ്രോസസ്സ് കഴിഞ്ഞേക്കണം കേട്ടോ. നല്ല മൂർച്ചുള്ള കത്തി അല്ലെങ്കിൽ നന്നാക്കാൻ ഭയങ്കര പണി. നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാൻ മതി. അപ്പോൾ നമ്മൾ മീൻ നമുക്കൊന്ന് മസാല കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴൻ്റെ ഇല എടുത്ത് കാണ്ടേക്ക് കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തുകൊണ്ട് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും കൂടിയും അതിക്ക് പിഴിഞ്ഞ് കൊടുക്കണ്ട കേട്ടോ. ചെറുനാരങ്ങക്ക് പകരം കുറച്ച് സുർക്ക ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മളിപ്പോൾ സുർക്ക ഇല്ലാത്തതുകൊണ്ടാണ് ചെറുനാരങ്ങ ആക്കിയത്. നമ്മളെ മസാല ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. കഴുകിക്കാണ്ട് കുട്ടപ്പനാക്കി വെച്ച നമ്മളെ മീൻ മസാലയ്ക്ക് ഇട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം മസാല കൈകൊണ്ട് അതുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മളാ കത്തി കൊണ്ട് വരഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇതിൻ്റെ മേത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നാവും കേട്ടോ. നമ്മളിത് പുറത്ത് വെച്ചിക്കണേ. നമ്മളെ നെട്ടർ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വല്യുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിക്കണേ. അതുപോലെ 2 പച്ചമുളക്, ഒരു തക്കാളി അതുപോലെ കട്ട് ചെയ്തിക്കണേ. പിന്നെ ക്യാപ്സിക്കൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തേ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ നമ്മൾ പൊള്ളിച്ചതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വല്യുള്ളി അതിൽ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വല്യുള്ളിൻ്റെ നിറമൊക്കെ ഒന്ന് കുറച്ച് മാറണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളിയും പച്ചമുളകും ക്യാപ്സിക്ക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മീനുക്കുള്ള മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടുപ്പത്ത് കടന്നോട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെട്ടറിനെ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ റെഡി ആക്കണം. അപ്പോൾ റെസ്റ്റിലുള്ള നമ്മളെ നെട്ടറിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനും വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചുകൊണ്ട് അതിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് നമ്മളെ മീനിനെ നെട്ടറിനെ ആ ഓയിലൊക്കെ വെച്ച് കൊടുക്കാം. അരമണിക്കൂറത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മളെ നെട്ടർ അടിപൊളിയൊക്കെ ഉണ്ട്. മസാല കുറച്ച് പൊടിച്ച് അപ്പോൾ നമുക്ക് അതിക്ക് ഫ്രൈ പാനൊക്കെ വെച്ച് കൊടുക്കാം.
അപ്പോൾ കുറച്ച് നേരമായി നമ്മളെ നട്ടർ കടന്ന് പൊരിന് കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടാ പണിയൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇവനെ പൊള്ളിച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഫുള്ള് പൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 80% പൊരിഞ്ഞാൽ മതി. ബാക്കി കനലിൽ കടന്ന് വന്നോളും. അടുപ്പത്ത് വെച്ച് വാട്ടിയെടുത്ത വാഴൻ്റെ ഇലയിൽ നമ്മൾ പൊള്ളിക്കാൻ ഉണ്ടാക്കിയ മസാല കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ മേലെ നമ്മളെ പൊരിച്ചെടുത്ത മീനും വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി വാഴൻ്റെ ഇല നല്ലോണം മടക്കുക. ഉള്ളിക്ക് കനലിൽ വെക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഉള്ളിക്ക് അതിൻ്റെ പൊടിയൊന്നും കയറാത്ത കോലത്തിൽ ഷാറാക്കിയിട്ട് പൊതിയണം കേട്ടോ. അതിനാണ് നമ്മൾ വാഴൻ്റെ ഇല വാട്ടുന്നത്, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകും. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കെട്ടല്ല അടിപൊളിയായിക്കോട്ടെ, കയ്യാത്ത കോലത്തിലായിക്കോട്ടെ. കനൽ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോ ഊതി കൊടുക്കണം, എന്നാലേ അതങ്ങോട്ട് പുകഞ്ഞ് വരുള്ളൂ. കൊള്ളൂലേ? നമ്മൾ പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കി വെച്ച നട്ടർ നമുക്ക് ആ കനലക്കട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു കോരിയോ എന്തെങ്കിലുമൊക്കെ വെച്ചുകാണ്ട് അടിയിൽ നിന്ന് കുറച്ച് കനലെടുത്തുകാണ്ട് അതിൻ്റെ മേലെ കൂടെ ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ കരിഞ്ഞാകെ തുമ്പില്ലാതാകുമോ അല്ലേ? അതുപോലെ കുറച്ച് നേരം ആ കനലിൽ കടന്ന് അങ്ങനെ വന്നോട്ടെ നമ്മളെ നട്ടർ. അപ്പം നമ്മളെ മീൻ ഏകദേശം ഒരു 40 മിനിറ്റോളം കനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മീൻ നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ, കരിഞ്ഞിക്കണോ എന്തായിക്കണെന്ന് അറിയില്ലല്ലോ. ഒരുപാട് നേരമായി കനലിൽ കിടക്കേനു. തുറന്നേ. അപ്പോൾ എന്തായിക്കണേ നമ്മളെ മീനെന്ന് അറിയട്ടെ നമുക്ക്. സാധനം നോട്ടെ. അയ്യോ മീൻ നല്ല അടിപൊളി മണക്ക് വരുന്നുണ്ട് കേട്ടോ. മേലെ ഡെക്കറേഷൻ നമ്മളത് വെക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ മേലെ വെക്കേണ്ടിനി. അപ്പോൾ ഗൈസ് നമ്മളെ നട്ടർ ഇവിടെ റെഡി ആക്കി കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണ്ട് സെറ്റപ്പ് ആക്കിയാണ്. അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മേലക്കൂടെ നിന്ന് അങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കഷ്ണം മസാലയൊക്കെ കൂട്ടിക്കാണ്ട് ഇത് അങ്ങനെ പൊളിച്ച് നോക്കട്ടോ. സാധനം അത്യാവശ്യം നല്ലോണം വെന്തുകണ് കേട്ടോ. പൊളിഞ്ഞിങ്ങോട്ട് പോകണ്ട. ഉള്ള കണ്ടില്ലേ നല്ലോണം വെന്തുകണ്. കഷ്ണം എടുത്തുകാണ്ട് മസാലയൊക്കെ മുക്കിക്കാണ്ട് അങ്ങനെ എടുത്ത് നോക്കാം നമുക്ക്. സൂപ്പർ സാധനം, അടിപൊളിയായിക്കണം, സൂപ്പറായിക്കണം. നല്ല രസം കേട്ടോ, വെറുതെ പറയല്ല, അടിപൊളിയായിക്കണം. ഇത്ര ഒന്നാമെന്ന് കരുതിയതല്ല, കാരണം അത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഇതൊരു പരീക്ഷണമായിരുന്നു. എന്തായാലും സൂപ്പറായിക്കണം. പിന്നെ ഈ നട്ടർ ഇതുപോലെ ഈ വളർത്തു മീനുകളൊക്കെ ചെറിയൊരു ചേറിൻ്റെ ചോയ ഉണ്ടാവും. അത് ചെറുതായിട്ട് ഇതിനുണ്ട്. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. സാധനം നല്ല അടിപൊളി, നല്ല ബന്ധു ഉഷാർ, സൂപ്പറായിക്കണം. എന്നാൽ ഓക്കെ.